ഹലോ ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും മാത്സ് എക്സാമൊക്കെ കഴിഞ്ഞ് വീടെത്തി കാണും അല്ലേ? അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡോൺ വെറി, നമുക്ക് അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഓരോ ക്വസ്റ്റനായിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എൻ്റെ ആൻസറും നോക്കാം. ആക്ടിവിറ്റി 1, ഒരു റെക്റ്റാങ്കുലർ സോപ്പിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 10, 5 and 2 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? 10 × 5 × 2 ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യനോ, ഈ സോപ്പുകൾ നമുക്കൊരു റെക്റ്റാങ്കുലർ ബോക്സിൽ അടുക്കി വെക്കണം. ആ ബോക്സിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര സോപ്പ് അതിനകത്ത് കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. വോളിയം ഓഫ് ബോക്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോപ്പ് ചെയ്താൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the length, breadth and height of a rectangular block of volume 20 cubic centimeter. 20 cubic centimeter വോളിയം വരുന്ന ഒരു ബോക്സിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആവാൻ പാടില്ലാത്തത് ഇവയിൽ ഏതാണെന്നാണ്. സോ നോക്കിയാലോ, 10 × 2 × 1 20 ആണ്. 20 × 1 × 1 20 ആണ്. തേർഡ് ഓപ്ഷൻ പക്ഷേ 20 അല്ല. 5 × 3 15 × 2 30 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെ ആൻസർ നോക്കാം. എയുടെ ആൻസർ എന്ന് പറയുന്നത് 100 cc ആണ്. ബിയുടെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വോളിയം ഓഫ് ബോക്സ് വേണം. അത് 8000 cc ആണ്. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്നും കൊടുത്തിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ബിയുടെ ബാലൻസ് നോക്കാം. നമ്പർ ഓഫ് ബോക്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സോപ്പ് ദാറ്റ് ക്യാൻ ബി സ്റ്റോക്ഡ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ബോക്സ് ബൈ വോളിയം ഓഫ് സോപ്പാണ്. 80 ആണ് ആൻസർ. 8000/100, 2 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 80 ആണ് വരിക. സോ 80 soaps can be stocked in the rectangular box എന്ന് നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ആക്ടിവിറ്റി 2, the weight of 4 children in class 6 are given below. 6ാം ക്ലാസ്സിലെ 4 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻ, വിച്ച് ചൈൽഡ് ഹാസ് മോർ വെയിറ്റ്, ആർക്കാണ് അതിൽ കൂടുതൽ വെയിറ്റ്? നമുക്ക് ഇപ്പോൾ ഡെസിമൽ വാല്യൂസ് നോക്കാം അല്ലേ? ഇവിടെ 24 പോയിൻറ്റും 29 പോയിൻറ്റും ആണ് വെയിറ്റ് വരിക. ഡെസിമൽ നമ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും പോയിൻറ്റ് കഴിഞ്ഞിട്ട് 6 വരുന്നുണ്ട്, പോയിൻറ്റ് കഴിഞ്ഞിട്ട് 8 വരുന്നുണ്ട്, പോയിൻറ്റ് കഴിഞ്ഞിട്ട് 9 വരുന്നുണ്ട്. പക്ഷേ 29.6ഉം 29.84ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 29.84 ആണ് വലുത്. സോ സിനാനാണ് ആൻസർ. ആൻഡ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ജോണീസ് വെയിറ്റ് ഇൻ ഫ്രാക്ഷണൽ ഫോം. ജോണിയുടെ വെയിറ്റ് എത്രയാണ്? 24.90 ആണ്. ലാസ്റ്റുള്ള 0 കൺസിഡർ ചെയ്തില്ലെങ്കിലോ 24.9 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ഡെസിമൽ നോക്കുമ്പോൾ, ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 24.9 വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? സെക്കൻഡ് ഓപ്ഷന് 24 9/10. അവിടെ നമുക്ക് 24.9 എന്ന് പറയുന്ന വെയിറ്റ് ഡെസിമലിൽ കിട്ടാൻ സാധ്യതയുള്ളത് അത് മാത്രമാണ്. ബാക്കിയുള്ളതിൽ കിട്ടുമോ? ഇല്ല. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വെയ്റ്റ്സ് ഓഫ് ചിൽഡ്രൻ ഹാവിങ് മോർ വെയിറ്റ് ആൻഡ് ലെസ് വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ വെയിറ്റുള്ള കുട്ടിയുടെയും കുറവ് വെയിറ്റുള്ള കുട്ടിയുടെയും വെയിറ്റിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ മതി. സോ കൂടിയ വെയിറ്റുള്ള കുട്ടിയെ നമുക്കറിയാം. കുറവ് വെയിറ്റുള്ള കുട്ടി ഇവിടെ ആരാണ്? അതെ, ഇവിടെ അമലാണ് അല്ലേ? 24.160. സോ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് അമൽ ആൻഡ് സിനാൻ? ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് ആൻസേഴ്സ് നോക്കാം. എ ക്വസ്റ്റ്യൻ ആൻസർ സിനാൻ, ബി ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓപ്ഷൻ, സി ക്വസ്റ്റ്യൻ 5.680 എന്ന് വരും, ഡി ക്വസ്റ്റ്യൻ 27 kg ആണ് ആവറേജ് വെയിറ്റ് വരിക. എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്, നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ആക്ടിവിറ്റി 3 വരുന്നത് എന്താണ്? എ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ എ ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ് 10 cm കണ്ടെയ്ൻ? ഒരു ക്യൂബിക്കൽ വെസൽ ഉണ്ട്, അതിൻ്റെ സൈഡ്സ് 10 cm ആണ്. ക്യൂബ് ആണല്ലേ? സോ സൈഡ്സ് 10 എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 10 ആണ്. സോ വോളിയം വിൽ ബി 1000 cc. ഇവിടെ ഹൗ മെനി ലിറ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റണം. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉള്ള ഈ ക്യൂബിക്കൽ വെസലിലുള്ള ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ് എഴുതുമ്പോൾ നമ്മൾ എത്ര എഴുതും? 1 ലിറ്റർ എന്ന് എഴുതും. സോ ഓപ്ഷൻ എയുടെ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ 1 ലിറ്റർ ആണ്. ക്വസ്റ്റ്യൻ ബി നോക്കുമ്പോഴോ, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട് ഒരു വെസലിൻ്റെ. അവിടെയും നമ്മൾ കണ്ടുപിടിക്കേണ്ട വോളിയം ഇൻ ലിറ്റേഴ്സാണ്. അത് മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയവരുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യം ക്യൂബിക് സെൻറ്റിമീറ്ററിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം 1000 cc എന്ന് വെച്ചാൽ 1 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 24,000 cc എത്ര ലിറ്റർ ആയിരിക്കും? 24 ലിറ്റർ ആയിരിക്കും അല്ലേ? യെസ്, അവിടുത്തെ ആൻസർ 24 ലിറ്റേഴ്സാണ്. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കുമ്പോഴോ, എ ടാങ്ക് ഓഫ് ലെങ്ത് 2 meters, ബ്രെഡ്ത്ത് 1 meter കണ്ടെയ്ൻസ് 500 liters ഓഫ് വാട്ടർ.
സോ ഇവിടെ വോളിയം ലിറ്റേഴ്സിലാണ് തന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ലിറ്റേഴ്സിനെ ക്യൂബിക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാണ്. 1 ലിറ്റർ 1000 cc ആണ്. അങ്ങനെയാണെങ്കിൽ 500 ലിറ്റർ എത്രയായിരിക്കും? 500 × 1000 cc ആയിരിക്കും. ഇവിടെ യൂണിറ്റ്സ് എല്ലാം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാം സെൻറ്റിമീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് 2 മീറ്ററിന് ഞാൻ 200 സെൻറ്റിമീറ്റർ എന്നും 1 മീറ്ററിന് ഞാൻ 100 സെൻറ്റിമീറ്റർ എന്നും എടുക്കുകയാണ്. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 500 × 1000 ഡിവൈഡഡ് ബൈ 200 × 100 എന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 25 സെൻറ്റിമീറ്റേഴ്സ്. 25 സെൻറ്റിമീറ്ററിനെ ഫ്രാക്ഷനിലോട്ട്, അതായത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എത്ര കിട്ടും? 1/4 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ആക്ടിവിറ്റി 4, ലെങ്ത് ഓഫ് റോഡ്സ് ടു ബി കട്ട് ഇൻ ടു ഫിക്സ് ഇൻ എ വിൻഡോ ആർ ഗിവൺ ബിലോ. ഒരു വിൻഡോയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അയൺ റോഡ്സിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. ഞാൻ അതേ ടേബിളിൽ ഒരു എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് എനിക്ക് 1.5 മീറ്റർ നീളമുള്ള 8 പീസ് വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? 1.5 × 8 അല്ലേ? അപ്പോൾ മൊത്തം ലെങ്ത്ത് 12 മീറ്റർ വേണം. ദെൻ 3/4 മീറ്റർ ലെങ്ത്ത് ഉള്ള എത്ര പീസ് വേണം? 12 മീറ്റേഴ്സ് വേണം. അപ്പോൾ 3/4 × 12 9. ദെൻ 1/4 മീറ്റർ ലെങ്ത്ത് ഉള്ള എത്ര പീസ് വേണം? 12 മീറ്റേഴ്സ് വേണം. സോ 1/4 × 12 3 മീറ്റേഴ്സ് ഇൻ ടോട്ടൽ എനിക്ക് വേണം. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് അയൺ റോഡ് ആർ റിക്വയർഡ് ടു കട്ട് 8 പീസസ് ഓഫ് റോഡ്സ്? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചല്ലോ, ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. 1/2 × 8 ആണല്ലേ? അതെത്ര കിട്ടും? 3/2 × 8 12 മീറ്റേഴ്സ് എന്ന് കിട്ടും. ദെൻ ദ ലെങ്ത് ഓഫ് ആൻ അയൺ റോഡ് ഇസ് 6 മീറ്റേഴ്സ്. ഒരു അയൺ റോഡിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഹൗ മെനി പീസസ് ഓഫ് റോഡ്സ് ഹാവിങ് ലെങ്ത് 3/4 മീറ്റർ ക്യാൻ ബി കട്ട് ഫ്രം ദിസ്? അങ്ങനെയെങ്കിൽ 3/4 മീറ്റർ ലെങ്ത് ഉള്ള എത്ര പീസ് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ്. നമ്പർ ഓഫ് പീസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് 1 പീസ്. 6 ഡിവൈഡഡ് ബൈ 3/4 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ഫ്രാക്ഷൻ്റെ ഡിവിഷൻ വരുമ്പോൾ. സോ 6 × 4/3 എന്ന് വരും ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് അയൺ റോഡ് റിക്വയർഡ് ടു ഫിക്സ് ഇൻ ദ വിൻഡോ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളിവിടെ ടോട്ടൽ ലെങ്ത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 12 + 9 + 3 24 എന്ന് വരും. ദാ ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. Activity 5, 36 can be written as the product of prime numbers as 2 × 2 × 3 × 3. How many factors does 36 have? എത്ര ഫാക്ടേഴ്സാണ്? ഇവിടെ 2 2ഉം 2 3 ആണുള്ളത്. സോ എത്ര എണ്ണം ഉണ്ടോ അത് +1 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുക. സോ 2 + 1 × 2 + 1 ആണ്. ഇവിടെ 2 2 ഉള്ളതുകൊണ്ട് 2 + 1, 2 3 ഉള്ളതുകൊണ്ട് 2 + 1. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 3 9 എന്ന് കിട്ടും. ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 432 ചോദിച്ചിട്ടുണ്ട്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫാക്ടറൈസ് 432 ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്, ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 2സും 3 3സും ആണ് വരിക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടേബിൾ വരച്ച് നമ്മളതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക, ചോദിക്കുക. ദെൻ ആക്ടിവിറ്റി 6, ഒരു ഗാർഡൻ തന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും 4.72 മീറ്റേഴ്സും 3.5 മീറ്റേഴ്സുമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു ദ ബ്രെഡ്ത്ത് ഓഫ് ദ ഗാർഡൻ? ബ്രെഡ്ത്ത് 3.5 ആണല്ലേ? സോ ഇവിടെ 3.5 അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് 3.5 ആണ്. ഓപ്ഷൻ 2 3 5/10 എന്ന് പറയുമ്പോഴും 3.5 ആണ്. ഓപ്ഷൻ 3യോ 3 5/100 അല്ല, 3.5 വരില്ല, 3.05 എന്നേ വരുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ആൻസർ 3 5/100 എന്നുള്ള ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ. ദെൻ ഇഫ് എ വയേർഡ് ഫെൻസ് ഇസ് ബിൽറ്റ് അറൗണ്ട് ദ ഗാർഡൻ, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ഫെൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വയേർഡ് ഫെൻസ് ഞാൻ ഇതിന് ചുറ്റും കെട്ടുകയാണെങ്കിൽ ആ ഫെൻസിൻ്റെ ലെങ്ത് എത്രയാവും? ആ ലെങ്ത് എത്രയാവും? ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും അല്ലേ? പെരിമീറ്റർ 2 × L + B ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ സി, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഗാർഡൻ? ഗാർഡൻ്റെ ഏരിയ കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ ബി, ലെങ്ത് ഓഫ് ഫെൻസ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല 2 × L + B, ദാറ്റ് ഈസ് 2 × 4.72 + 3.5 ചെയ്ത് വരുമ്പോൾ നമുക്ക് 16.44 മീറ്റേഴ്സ് എന്ന് കിട്ടും. നമ്മുടെ ലെങ്ത് ഓഫ് ഫെൻസ് എന്ന് പറയുന്നത്. ഏരിയ L × B ആണ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. ആൻസർ വിൽ ബി 16.52 സ്ക്വയർ മീറ്റേഴ്സ്. ആക്ടിവിറ്റി 7, പ്രൈം നമ്പേഴ്സിൻ്റെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെയും ഒരു റിലേഷൻ കാണിക്കുന്ന ടേബിളാണ്.
ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. അത് വെച്ചിട്ടാണ് അത് ചെയ്യാനുള്ളത്. സോ 40 2 × 2 × 2 × 5 ആണ്. സോ ഇവിടെ 3 2 ആണുള്ളത്. സോ 3 + 1 4 × 5 ഒന്നേ ഉള്ളൂ. സോ 1 + 1. സോ 4 × 2 = 8 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ 48 ആണല്ലേ. 48നെ ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ 2 × 2 × 2 × 2 × 3 4 2ഉം ഒരു 3യും വരും. സോ 4 2 എന്ന് പറയുമ്പോഴത്തേക്ക് 4 + 1 5ഉം 3 ഒന്നേ ഉള്ളൂ. 1 + 1 2ഉം. സോ 5 × 2 10 എന്ന് വരും നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. 48ൻ്റെ ഫാക്ടറൈസേഷൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ഹൗ മെനി ഫാക്ടേഴ്സ് വിൽ ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് ഹാവ്? 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ഇവിടെ മേലെ തന്നെ 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. 3 × 5 ചെയ്യുമ്പോൾ എത്ര ഫാക്ടേഴ്സാണ്? 4. 3 × 7 ചെയ്യുമ്പോൾ എത്ര ഫാക്ടേഴ്സാണ്? 4. അങ്ങനെ ഏത് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന നമ്പറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. Then which of the following numbers have the number of factors as an odd number? Odd number of factors വരുന്ന നമ്പർ ഏതാണ്? നോർമലി ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് സ്ക്വയർ നമ്പേഴ്സിനായിരിക്കും. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. സോ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെത് 9 ആണ്, 4ൻ്റെത് 16 ആണ്, 5ൻ്റെത് 25 ആണ്, 6ൻ്റേത് 36 ആണ്, 7ൻ്റെത് 49 ആണ്. നമ്മുടെ ഈ ഓപ്ഷനിൽ 7ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ, 49. സോ 49 is the answer here. ഓക്കെ. സോ ലാസ്റ്റ് ആക്ടിവിറ്റി, ദീപു ഹാസ് 2 ഗോൾഡ് കോയിൻസ്. ദീപുവിൻ്റെ കയ്യിൽ 2 ഗോൾഡ് കോയിൻ ഉണ്ട്. അതിൻ്റെ ഒന്നിൻ്റെ വെയിറ്റ് 14.34ഉം മറ്റതിൻ്റെ വെയിറ്റ് 11.52 ആണ്. എങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സിമ്പിൾ. ദെൻ ബി ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 1 gram ഓഫ് ഗോൾഡ് 5400 rupees ആണ്. എങ്കിൽ മേലെ പറഞ്ഞിട്ടുള്ള 2 ഗോൾഡ് കോയിൻ്റെ വെയിറ്റ് പ്രൈസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മുകളിൽ കിട്ടുന്ന വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റിനെ ഈ 5400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. Then question C, if the 2 gold coins are melted and made 3 rings of equal weights, what will be the weight of 1 ring? ഈ 2 ഗോൾഡ് കോയിനെ ഉരുക്കി ദീപു 3 മോതിരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ മോതിരത്തിൻ്റെയും വെയിറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആ 3നും ഒരേ വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ മുകളിൽ കിട്ടിയ ടോട്ടൽ വെയിറ്റ് അല്ലേ, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 25.86 എന്നാണ് വരിക. പ്രൈസ് ഓഫ് 1 gram ഗോൾഡ് 5400 ആണെങ്കിൽ 25.86 gram ഓഫ് ഗോൾഡിന് എത്രയായിരിക്കും? 5400 × 25.86 1,39,644 rupees എന്ന് വരും. സി ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് 1 ring. ഞാൻ പറഞ്ഞു ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ആൻസർ വിൽ ബി 8.62 grams. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സാം ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ്. വലിയ ടഫായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ലിറ്റേഴ്സ് ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നി. സോ എല്ലാവരും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനും ഒന്നും കൂടെ നിങ്ങളുടെ നോളജൊക്കെ ഒന്ന് ഉറപ്പിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ട് പോകാൻ എന്തായാലും സ്കൂളിലെ ടീച്ചർ പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. സോ ടേക്ക് കെയർ.